ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സപ്ലിമിനൽസ് എന്താണ്? അത് എങ്ങനെ പ്രവർത്തിക്കുന്നു? സപ്ലിമിനൽസ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു രീതിയാണ്. സാധാരണയായി നമ്മൾ കേൾക്കുന്ന പാട്ട്, നമ്മൾ കാണുന്ന വീഡിയോ, നമ്മൾ പറയുന്ന വാക്കുകൾ എല്ലാം തന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വഴിയാണ് കടന്നു പോകുന്നത്. പക്ഷേ സപ്ലിമിനൽ മെസ്സേജസ് നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുന്നതാണ് പ്രത്യേകത. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സപ്ലിമിനൽ സാധാരണയായി വളരെ കാം മ്യൂസിക് വെച്ചാണ് ചെയ്യാറ്. ആ മ്യൂസിക് വളരെ കാം ആണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ലോ വോളിയത്തിൽ പറയുന്ന പോസിറ്റീവ് വാക്കുകൾ കാണും. ഈ വേർഡ്സ് നമുക്ക് ഓപ്പൺ ഇയറിൽ വ്യക്തമായി കേൾക്കാനാവില്ല. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് പിക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ പോസിറ്റീവ് വാക്കുകൾ ഇങ്ങനെയായിരിക്കും: ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ എക്സാം പാസ് ചെയ്യും, ഞാൻ ഹെൽത്തി, സ്ട്രോങ്, ഹാപ്പി ആണ് എന്നൊക്കെയുള്ള പോസിറ്റീവ് വാക്കുകളാണ് അതിലൊളിഞ്ഞിരിക്കുക. സാധാരണയായി സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, കോൺഫിഡൻസ്, വെൽത്ത്, എക്സാം സക്സസ്, റിലേഷൻഷിപ്പ്, ഹെൽത്ത് എന്നിവയെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകളെയാണ് സപ്ലിമിനൽസ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കാറ്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ വളരെ വലുതാണ്. നമ്മുടെ ഭൂരിഭാഗം ചിന്തകളും ശീലങ്ങളും ഈവൻ നമ്മുടെ ഡിസിഷൻസും സബ് കോൺഷ്യസ് ആണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് സപ്ലിമിനൽ മെസ്സേജസിന് വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുന്നത്. ആക്ച്വലി ഇത് സ്ലോലി വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. റെഗുലറായി കേൾക്കുമ്പോൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം പോസിറ്റീവായി മാറും. അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. അപ്പോൾ സപ്ലിമിനൽ എന്നത് ബേസിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് യൂണിവേഴ്സിൽ നിന്നും പോസിറ്റീവ് പ്രോഗ്രാമിംഗ് നൽകുന്ന പവർഫുൾ ടൂളാണ്. എല്ലാ സപ്ലിമിനൽസും കേൾക്കാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ എല്ലാ സപ്ലിമിനൽസും സേഫ് ആണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം അല്ല എന്നുള്ളതാണ്. കാരണം ചില സപ്ലിമിനൽസ് സപ്ലിമിനൽ ഓഡിയോ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുന്നവയാണ്. അത് ഞാൻ നേരെ ഉദാഹരണങ്ങൾ: എക്സാം സക്സസ്, ഹെൽത്ത്, വെൽത്ത് ഒക്കെ. ഇവ കേൾക്കുന്നത് ആക്ച്വലി സേഫാണ്. പക്ഷേ ചില ഓഡിയോസിൽ എന്തൊക്കെ ഹിഡൻ മെസ്സേജസ് ആണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അതിനാൽ ട്രസ്റ്റഡ് ക്രിയേറ്റേഴ്സിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള സപ്ലിമിനൽ മ്യൂസിക്സ് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു: സപ്ലിമിനൽസ് റിപ്പീറ്റഡ്ലി കേൾക്കാമോ, അത് നല്ലതാണോ എന്നുള്ളത്. ആക്ച്വലി സപ്ലിമിനൽ മെസ്സേജസ് റിപ്പീറ്റഡായി കേൾക്കുമ്പോൾ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സെറ്റിലാകുകയുള്ളൂ. പക്ഷേ ഒരേ സമയം പല സപ്ലിമിനൽസ് മിക്സ് ചെയ്ത് കേൾക്കുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് മൈൻഡിനെ കൺഫ്യൂസ് ചെയ്യിക്കും. ഓവറായിട്ട് നമ്മൾ കേൾക്കാൻ പാടില്ല. എല്ലാം ഒരു ലിമിറ്റഡ് വേയിൽ മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഓരോന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രം റെഗുലറായി കേൾക്കുക. ഇപ്പം ഒരു ഹെൽത്ത് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ കേൾക്കുന്ന സപ്ലിമിനൽസ്, രണ്ട് ക്രിയേറ്റേഴ്സിൻ്റെ സപ്ലിമിനൽസ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ റെഗുലറായി ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ റിപ്പീറ്റഡായിട്ട് കുറേയധികം സപ്ലിമിനൽസ് കേൾക്കരുത് എന്നുള്ളതാണ്. നൈറ്റ് ടൈമിൽ സ്ലീപ്പ് ചെയ്യുമ്പോൾ പ്ലേ ചെയ്യുന്നതാണ് പലർക്കും ഈസി ആയിട്ട് തോന്നാറുള്ളത്. ഡെയിലി 21 അല്ലെങ്കിൽ 30 ദിവസം തുടർച്ചയായി ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് സ്ലോലി കാണാനായിട്ട് സാധിക്കും. പിന്നെ പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്: സപ്ലിമിനൽ കേൾക്കുന്നത് ഡേഞ്ചറസ് ആണോ? സത്യത്തിൽ പോസിറ്റീവ് സപ്ലിമിനൽസ് ഡേഞ്ചറസ് അല്ല. കാരണം അവയിൽ സിമ്പിൾ അഫർമേഷൻസ് മാത്രം ഹിഡനായി ചേർത്തിരിക്കും. പക്ഷേ അൺനോൺ അല്ലെങ്കിൽ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിൽ നിന്നുള്ള സപ്ലിമിനൽസ് നിങ്ങൾ കേൾക്കുമ്പോൾ അത് ഇത്തിരി ഡേഞ്ചറസ് ആണ്. ബിക്കോസ് അവയിൽ നെഗറ്റീവ് വേർഡ്സ് ഹിഡനായി ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരേ സമയം പല സപ്ലിമിനൽസ് കേൾക്കുമ്പോൾ മൈൻഡ് ഓവർലോഡ് ആകാം. അപ്പോൾ അത് മറ്റൊരു കാരണമാണ്. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷൻസ് പാടില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഓവർനൈറ്റ് മിറാക്കിളോ അല്ലെങ്കിൽ ഓവർനൈറ്റ് ചേഞ്ചോ ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ
ഇത് കേൾക്കാതിരിക്കുക. ഇനി നിങ്ങൾ ഒരു ദിവസം കേട്ടിട്ട് ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകാതിരിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ റൂൾസ് വളരെ സിമ്പിളാണ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് സബ്നിമൽസ് മാത്രം കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. ഡെയിലി നമ്മൾ ലിമിറ്റഡ് സമയം മാത്രം കേൾക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ് ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ലീപ്പ് ടൈമിൽ കേൾക്കുന്നതാണ് നല്ലത്. ഇനി ഈ സബ്നിമൽസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ഉണ്ടാവും. അത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന് സൈക്കോളജിക്കൽ സൈഡും പറയാം, മറ്റത് നമുക്ക് ഫിസിക്കൽ സൈഡും പറയാം. ആദ്യം നമുക്ക് സൈക്കോളജിക്കൽ സൈഡിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യപ്പെടും. അതായത് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം, ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഓൾഡ് ബിലീഫ്സ് എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു മൂഡ് ചേഞ്ച് അവിടെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് വരും. സ്ലോലി നമ്മുടെ നെഗറ്റീവ് ബിലീവ്സ് എല്ലാം കുറയുകയും നമുക്ക് കോൺഫിഡൻസും ഹോപ്പും മോട്ടിവേഷനും ഒക്കെ കൂടുതലാവുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിഷ്വലൈസേഷൻസ് ആണ്. അതായത് നിങ്ങൾ കേൾക്കുന്ന ഗോളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡ്രീംസിൽ കൂടുതൽ നിങ്ങൾക്ക് വിവിഡായി കാണാൻ കഴിയുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ തുടങ്ങും എന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു ഇന്നർ റെസിസ്റ്റൻസ്, അതായത് തുടക്കത്തിൽ നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യും, ഇത് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ആദ്യം ഒരു പ്രാവശ്യം കേട്ടപ്പോൾ ഇതെനിക്ക് വർക്ക് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇന്നർ റെസിസ്റ്റൻസ് ചിലർക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഈ പറയുന്ന ആഗ്രഹങ്ങൾ നടക്കാറുണ്ട്. ചിലവർക്ക് അങ്ങനെ നടക്കണമെന്നില്ല. അപ്പം അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്കതൊരു ചിലപ്പോൾ ഇത്ര വീക്ക് കേട്ടാലേ അല്ലെങ്കിൽ മാസങ്ങൾ കേട്ടാലേ അത് വർക്കാകൂ എന്നുള്ളത് കാണും. ചിലർക്ക് ഓവർനൈറ്റ് അത് വർക്കാകാം. സോ ഇങ്ങനെ ഇത് വർക്ക് ചെയ്യില്ല എന്നൊരു ഡൗട്ട് നമുക്ക് മനസ്സിനുള്ളിൽ വരാം. അത് സാധാരണമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ കേട്ട് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ഇന്നർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് അവെയർനെസ് ആണ്. അതായത് ചെറിയ ചേഞ്ചസ് പോലും നമ്മൾ ക്വിക്കായി നോട്ടീസ് ചെയ്യും. അതാണ് നമ്മുടെ അവെയർനെസ് വളരെയധികം കൂടും. ഇനി നമുക്കതിൻ്റെ ഫിസിക്കൽ സൈഡിലേക്ക് നോക്കാം. അതായത് നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്ലീപ്പ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടക്കുമ്പോൾ നമ്മുടെ ബോഡി എനർജി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് സ്ലീപ്പി ഫീൽ ഉണ്ടാകുന്നത്. പിന്നെ ഹെഡേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മൈൽഡ് പ്രഷർ. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഹെഡേക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കേൾക്കുന്ന സമയത്ത്. അപ്പോൾ ചിലർക്ക് ചെറിയൊരു ഹെഡേക്ക് ഉണ്ടാകാം. ഓവർ ലിസണിങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ എനർജി ഷിഫ്റ്റ് ആവും. അതായത് ചിലപ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഹെവി ഫീലായിരിക്കും നമുക്കുണ്ടാകുക. പിന്നെ ഒരു റിലാക്സേഷനൊക്കെ വരും. അപ്പോൾ റെഗുലറായിട്ട് നമ്മളിത് കേട്ടാൽ മൈൻഡ് വളരെ കാമാകാനും അതുപോലെ തന്നെ പീസ്ഫുൾ ആകാനും തുടങ്ങും. പിന്നെ ലാസ്റ്റ് പറയേണ്ടത് ഫിസിക്കൽ അലൈൻമെൻറ്റിൻ്റെ കാര്യമാണ്. അതായത് സ്ലോലി നമ്മുടെ ബോഡി ലാംഗ്വേജും, ഇപ്പോൾ നമ്മൾ ഏതാണോ ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സബ്നിമൽ മ്യൂസിക് കേൾക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറുകയും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറുകയും നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടുകയും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സിംറ്റംസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ സൈക്കോളജിക്കൽ സൈഡും പറഞ്ഞു, ഫിസിക്കൽ സൈഡും പറഞ്ഞു. ഈ സിംറ്റംസ് പെർമനൻ്റ് അല്ല. ആക്ച്വലി അത് മൈൻഡിൻ്റെ റീപ്രോഗ്രാമിംഗ് പ്രോസസ്സ് മാത്രമാണ്. നെഗറ്റീവായി തോന്നുന്ന ചേഞ്ചസ്, അതിപ്പം സൈക്കോളജിക്കൽ സൈഡ് ആയിക്കോട്ടെ ഫിസിക്കൽ സൈഡ് ആയിക്കോട്ടെ, എല്ലാം ടെമ്പററി മാത്രമാണ്. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട്സ് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം സബ്നിമൽസിനെ പറ്റി ഓവറോൾ എല്ലാം പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.